ഹായ് എവരിവൺ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നിശ്ചലമായിരുന്നു. ഏകദേശം 8 മണിയോടുകൂടിയായിരുന്നു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോഗൗട്ടായിരുന്നു. പിന്നീട് അത് ഓപ്പൺ ആകാത്ത ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കളൊക്കെ തന്നെ കടന്നുപോയിട്ടുള്ളത്. പക്ഷേ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ മെറ്റാവേഴ്സ് ഏകദേശം 9 മണിയോടടുത്ത് ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചിരുന്നു. പക്ഷേ എല്ലാ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും പഴയ രീതിയിലേക്ക് വന്നിട്ടില്ല. ചില അക്കൗണ്ടുകൾക്കൊക്കെ തന്നെ ഇപ്പോഴും തടസ്സം നേരിട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഏതെങ്കിലും പാസ്വേഡ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറന്നു എന്ന രീതിയിലുള്ള ഫോർഗെറ്റ് പാസ്വേഡൊക്കെ തന്നെ കൊടുത്ത ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നേരിടുന്നത്. ഫേസ്ബുക്ക് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എന്നാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പല ഭാഗത്തുനിന്നും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അത്തരം വാർത്തകൾക്കൊന്നും തന്നെ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം മെറ്റാവേഴ്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സുക്കർബർഗിന്റെ ഭാഗത്തുനിന്നോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹാക്കിംഗ് ന്യൂസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സാങ്കേതിക തകരാറാണെന്നും അത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പരിഹരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിന്റെ ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ തന്നെ ഇപ്പം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതിനു മുമ്പും മെറ്റാവേഴ്സിന്റെ പല പ്ലാറ്റ്ഫോമുകളും ഇതുപോലെ നിശ്ചലമായിരുന്നു. അന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത്തരം വാർത്തകൾക്കൊന്നും തന്നെ പിന്നീട് യാതൊരു അടിസ്ഥാനവുമില്ലായിരുന്നു, വ്യാജ പ്രചരണങ്ങളായിരുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചില ഡിവൈസുകളിലൊക്കെ തന്നെ ഇപ്പോഴും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് സുക്കർബർഗ് ഔദ്യോഗികമായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ തന്നെ നിശ്ചലമായ സമയത്ത് ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ശരിക്കും ട്വിറ്റർ തന്നെയായിരുന്നു. ഇപ്പം എക്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ട്വിറ്ററിലായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും പ്രതികരണവും.